ഗുഡ് മോർണിംഗ്. രണ്ട് മൂന്ന് ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ട്, അതായത് ദീനിക്ക് വന്ന ആൾക്കാർ, നമ്മൾ ഹിന്ദുസിൽ നിന്ന് മുസ്ലിമിലേക്ക് വന്ന ആൾക്കാരുടെ വീഡിയോ ആണ് കേട്ടോ കണ്ടത്. ഈ കുറച്ച് കാലം, ഒരു 30 കൊല്ലം 40 കൊല്ലം അല്ലെങ്കിൽ 25 വർഷമൊക്കെ ഹിന്ദുസായിട്ട് ജീവിച്ചിട്ട് പിന്നെ മുസ്ലിമിലേക്ക് വരുമ്പോൾ, അവർ മുസ്ലിം മതം സ്വീകരിക്കുമ്പോൾ അവരൊരു പുതിയ ആളാവും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുവരെ അവരെന്തൊക്കെ ചെയ്തിട്ടുള്ള കുറ്റകാര്യങ്ങളെല്ലാം അവിടെ ഇല്ലാണ്ടായിട്ട് അവർ പുതിയൊരാളായി മാറുന്നവൻ. അതായത് ഒരു കുട്ടി പ്രസവിച്ച് വന്നാൽ, പ്രസവിച്ച് നമ്മൾ കയ്യിൽ കിട്ടുമ്പോൾ ആ കുട്ടി എങ്ങനെ ആയിരിക്കും, അതേപോലെ ഒരു കുറ്റങ്ങളും തെറ്റൊന്നും ഇല്ലാണ്ട് ആയി തീരും അവരെന്നിട്ട് പറഞ്ഞിട്ടിരിക്കണം. അപ്പോൾ അവരെന്നിട്ട് മുസ്ലിമിലേക്ക് വന്ന് ചിലപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നതാവും, ചിലപ്പോൾ ആ മതത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് വന്നതാവും, ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ സമ്മർദ്ദം കൊണ്ട് വന്നതാവും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മതമൊക്കെ പഠിച്ച് എല്ലാം നിസ്കരിക്കാനും നോമ്പൊക്കാനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് പിന്നെ അവർ ആ മതം സ്വീകരിച്ച് വരുന്നത്. എന്നിട്ട് വന്നിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ വീണ്ടും ഈ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ മതത്തിലുള്ള ബാക്കിയുള്ള റിലേറ്റീവ്സ് ഉണ്ടാവുമല്ലോ, അച്ഛനമ്മ, കൂടപ്പിറപ്പിങ്ങൾ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അവരേനൊക്കെ ആയിട്ടുള്ള കോണ്ടാക്റ്റ് വീണ്ടും തുടർന്ന് കൊണ്ടുപോകണത്, അല്ലെങ്കിൽ തുടർന്ന് കൊണ്ടുപോയാൽ ഈ മതത്തിലേക്ക് വന്നതിൻ്റെ ആ ഒരു പുണ്യം കിട്ടൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ ഒക്കെ ഉപേക്ഷിച്ചിട്ടാണ്, അതൊന്നും ഇനി ഒരു വിശ്വാസവും ഇല്ല, അതൊന്നും ഇല്ലാതെയാണ് നമ്മൾ അതൊന്നും വേണ്ടാച്ചിട്ടാണ് ഈ മുസ്ലിമിലേക്ക് വരുന്നത്. പിന്നെ മുസ്ലിമുമായിട്ട് തന്നെ പിന്നെ മുന്നോട്ട് പോകണം. അത് മുസ്ലിമിൽ നിന്നുകൊണ്ട് തന്നെ ചിലപ്പോൾ വിവാഹം കഴിച്ചിട്ടുണ്ടാവും, മക്കളുണ്ടായിട്ടുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഒക്കെ ഇവരേനെയും കൊണ്ട് അവിടേക്കുള്ള കോണ്ടാക്റ്റ്, അവിടെ മരിച്ചോടത്തൊക്കെ പോവുക, അവിടെ മരിച്ച കർമ്മങ്ങൾ ചെയ്യാൻ പോവുക, അതേപോലെ അവിടെ കല്യാണങ്ങൾ ഉണ്ടായാൽ പോവുക, അവിടെ സുഖമില്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ പോവുക, പിന്നെ അവിടെ വിരുന്ന് പോയി നിൽക്കുക, വെക്കേഷനായാൽ പോയി നിൽക്കുക, പിള്ളേരായിട്ട് പോയി നിൽക്കുക, പിള്ളേരെ മാത്രം നിർത്താൻ പറഞ്ഞേക്കുക. അതേപോലെ ഇവിടെ കല്യാണങ്ങളുണ്ടായാലും എന്ത് കാര്യങ്ങളുണ്ടായാലും അവർ വരിക, സാമ്പത്തിക സഹായങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വീണ്ടും അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക. അതായത് ഈ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ മതത്തിൽ പെട്ട ബാക്കിയുള്ള റിലേറ്റീവ്സുമായിട്ടുള്ള ബന്ധങ്ങൾ തുടർന്ന് കൊണ്ടുപോവുക. അതിന് വലിയ ഗുണമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ഇസ്ലാമിൽ നിന്നിട്ട് കാര്യമില്ല എന്നിട്ട് എനിക്ക് തോന്നുന്നു. ഈ രണ്ട് വള്ളത്തിൽ കാല് കുത്തിയിട്ടുള്ള ആ പോക്ക്, അത് മുസ്ലിമിലേക്ക് വന്നതിൻ്റെ ഗുണം കിട്ടൂല എന്നിട്ട് തോന്നുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ മുസ്ലിമിലേക്ക് വന്നാൽ അതിപ്പോൾ ഒരു 50 വയസ്സായ ആൾ വന്നാലും 60 വയസ്സായ ആൾ വന്നാലും അത് എന്താ പറയുക, അത്രയും കാലം അവർ ചെയ്തിട്ട് മദ്യപിച്ച ആളായിരിക്കും, എല്ലാ വേണ്ടാത്തരങ്ങളും ചെയ്ത ആളായിരിക്കും. ഹിന്ദുസ് അങ്ങനെ ജീവിച്ച ആൾക്കാരൊക്കെ ആയിരിക്കും. ആ ആൾക്കാർക്കൊക്കെ ഒരു 50 വയസ്സിലായാലും നമ്മൾ ദീനിക്ക് മുസ്ലിമിലേക്ക് വന്നാൽ അവരത്രയും പാപങ്ങളൊക്കെ പുറത്ത് ഒരു പുതിയ മനുഷ്യനാവുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവർ അതിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെയും ആ റിലേറ്റീവ്സും ആ മതത്തിലേക്ക് പോവുക, അവരുടെ ആചാരങ്ങളും ഒക്കെ അതിലേക്കൊക്കെ പങ്കെടുക്കാൻ പോവുകയും ആ കാര്യങ്ങളൊക്കെ ചെയ്യുകയും, അവിടുത്തെ അവരുടെ ഫുഡ് കഴിക്കുകയും, അവരുടെ സാമ്പത്തികം സ്വീകരിക്കുകയും, അതേപോലെ അങ്ങോട്ട് കൊടുക്കുകയും ഇങ്ങോട്ട് കൊടുക്കുകയും. മനുഷ്യൻ എന്ന നിലക്ക് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു മനുഷ്യനാണ് എന്നുള്ള നിലക്ക് നമ്മൾ ജാതി മതമൊന്നും നോക്കേണ്ട കാര്യമില്ല. അതൊക്കെ നമുക്ക് സഹായിക്കാനും സ്നേഹിക്കാനും എല്ലാം പറ്റും. പക്ഷെ ഒരു മതത്തിൽ ഒരു മുസ്ലിം അല്ലാത്തൊരു മതത്തിൽ നിന്നിട്ട് ഒരു മുസ്ലിം മതത്തിലേക്ക് വരണം, അവരുടെ ആ ഒരു നമ്മുടേതായ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ വരുന്നത്, മുസ്ലിമിലേക്ക് വരുന്നത്. അപ്പോൾ അതിലേക്ക് വെച്ചിട്ട് എല്ലാ നിയമ വലിയോടുകൂടി എല്ലാ കാര്യങ്ങളും സ്വീകരിച്ചുകൊണ്ട് തന്നെ വന്നിട്ട് വീണ്ടും അത് ഇവിടെ നിന്നുകൊണ്ട് തന്നെ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് മറ്റേ മതത്തിൽ അവരുടെ കാര്യങ്ങളും എല്ലാം ആയിട്ട് കൊണ്ടുപോകുന്നത് അത്ര ശരിയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലരും 2-3 വീഡിയോസ് കണ്ട്, അപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞതാണ്
ആള് മതത്തിലേക്ക് വന്നതാണ്. പക്ഷെ ആള് ആളുടെ മക്കള് അവിടെയാണ് മറ്റേ മതത്തിലാണ്. അപ്പോൾ ആ മക്കളെ കാണാൻ പോകുന്നുണ്ട്, മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വസ്ത്രം കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ കൊടുക്കുന്നുണ്ട്, അച്ഛനെ കാണാൻ പോകുന്നുണ്ട്. മക്കള് ഏത് മതത്തിലായാലും നമ്മുടെ മക്കൾക്ക് നമ്മൾ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മളിവിടെ നിന്നുകൊണ്ട് തന്നെ അവരെ സഹായിക്കേണ്ടിയും ഇതിൻ്റെ ഒക്കെ ആ ഒരു കടമ ഉണ്ട്. ഒരു അമ്മ എന്ന നിലക്കായാലും ഒരു അച്ഛനായ നിലക്കായാലും അതിൻ്റെ കടമ ഉണ്ട്, അതെന്തായാലും ചെയ്യണം. പക്ഷെ അതൊരു കൊടുക്കൽ വാങ്ങലുകൾ മാത്രമായിട്ട് ഒതുങ്ങുക വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒരു കൊടുക്കൽ വാങ്ങലുകളായിട്ട് മാത്രം അതാണ്ട് ഒതുങ്ങുക, അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അതിൽ പങ്കെടുക്കാൻ പോവാം. പക്ഷെ ഇപ്പോൾ നമ്മൾ അങ്ങനെ അതിനെ വേറൊരു രീതിയിൽ കാണണ്ടെന്നിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം നമ്മുടെ അയൽവക്കത്ത് ഒരു ഹിന്ദുസിൻ്റെ കല്യാണം ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചടങ്ങുണ്ട് വെച്ചെങ്കിൽ എനിക്ക് സ്വാഭാവികമായിട്ടും പോവാം. ഞാൻ ജനിച്ച കാലം മുതൽക്ക് ജനിച്ചതേ മുസ്ലിമായിട്ടാണ്, ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് മുസ്ലിമായിട്ടാണ്. ആ ഒരു രീതിയിൽ എനിക്ക് അവിടെ പോവാം, ആ കാര്യത്തിൽ പങ്കെടുക്കാൻ വരാം. അതിന് അങ്ങനത്തെ കാര്യങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാനൊരു ഹിന്ദു മതത്തിൽ നിന്ന് മുസ്ലിം മതത്തിലേക്ക് വന്ന് അതിൻ്റെ നിയമങ്ങളൊക്കെ പഠിച്ച് അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഞാൻ എൻ്റെ റിലേറ്റീവ്സിന് അവിടുത്തെ പരിപാടികൾക്ക് നിൽക്കുക അങ്ങനെ പോവരുത് എന്നിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പോയാൽ ഇതിലേക്ക് വന്നതിനുള്ള ഗുണം അതിൻ്റെ ഇത് ഉണ്ടാവില്ല അത് ആ ഗുണം നമുക്ക് കിട്ടില്ല എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടത് ഇതാണ്. അപ്പോൾ വീട് എവിടെ ആദ്യം പറഞ്ഞ് എറണാകുളത്തുനിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയാണെന്ന്. പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കൊണ്ട് പറയണ സ്ഥലത്ത് ആളെത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ പറയണ് ഞാൻ എറണാകുളത്ത് എത്തിയെന്ന്. അപ്പം ആള് പോണത് അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്കാണ്. ആൾ മുസ്ലിമിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ പോണത് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് പോണത്, അവിടെയാണ് താമസിക്കാൻ പോണത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മുസ്ലിമിലേക്ക് വന്നിട്ട് എന്താണ് കാര്യം? അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ജാതി മതം പറയല്ല നമ്മൾ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ മുസ്ലിമായിട്ടുള്ള ഒരാൾ, ഞാൻ പിന്നെ മുസ്ലിമിൻ്റെ വീടാണ് ഇതിൻ്റെ വീട്. പിന്നെ ഈ കോമ്പൗണ്ടിലൊന്നും ഹിന്ദുസുകളിൽ ആകെ ഒരു വീടോ ഹിന്ദുസുകളുള്ളൂ. ഇവിടെ ഒരു 10-11 വീട് മുസ്ലിങ്ങളുടെ വീടാണ്, ഒരു വീട് മാത്രമേ ഹിന്ദുസുള്ളൂ. അവരോടൊരു കല്യാണമോ ഫംഗ്ഷനോ അല്ലെങ്കിൽ ഓണത്തിന് നമ്മളതിനെ ക്ഷണിക്കുകയും അല്ലെങ്കിൽ ഒരു പെരുന്നാളിന് അവരോട് വിഷുവിന് ക്ഷണിക്കുകയും അതല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ ക്ഷണിച്ചാൽ ഞങ്ങൾ പോവും. അതിൽ തെറ്റൊന്നുമില്ല, അങ്ങനെ പോവാം, നമുക്ക് പോണോണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതിന് നമ്മൾ ജാതി മതം നോക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് അവരോടുന്ന ഒരാൾ, ആ ഹിന്ദു വീട്ടിൽ നിന്ന് ഒരാൾ മുസ്ലിമിലേക്ക് വന്നിട്ട് അത് ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ ജീവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവരോടൊരു പരിപാടി ഉണ്ടാകുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ മുൻകൈ എടുത്ത് പോവുകയും ആ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യണത് അത് തെറ്റാന്നാട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അല്ല, അല്ലെങ്കിൽ ഞാൻ എന്താണ് പറഞ്ഞതെന്നല്ല ചിലർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും മനസ്സിലാക്കുന്നുണ്ടാവുക. അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് വിശദമാക്കിയിട്ട് പറഞ്ഞത്. അതുകൊണ്ടിട്ടാ ഞാൻ ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ ജാതി മതവും പറയുകയാണെന്ന് പറയും. ജാതി മതം അല്ല പറഞ്ഞത് കേട്ടോ, ഇത് ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഒരു വീഡിയോ കണ്ടതിനെ കുറിച്ചാണ്. അപ്പം മുസ്ലിമിലേക്ക് വന്ന ഒരാളാണ്. ആ ആള് ബാക്കി റിലേറ്റീവ്സും മക്കളോ ഭർത്താവോ അല്ലെങ്കിൽ അവിടെ അച്ഛനമ്മ സഹോദരങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ അവിടുത്തെ ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ച് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ടാട്ടോ പറഞ്ഞത്. അല്ലാതെ നമ്മൾ ഹിന്ദുക്കളോടൊരു പരിപാടി ഉണ്ടാവും മുസ്ലിങ്ങൾ പോവാൻ പാടില്ല എന്നല്ല കേട്ടോ പറഞ്ഞത്. അവരോടെ പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് പോവാം, എല്ലായിടത്തും പോവാം. പണ്ട് ആദ്യം എൻ്റെ ചെറുപ്പകാലത്തൊന്നും ക്രിസ്ത്യൻസുകളുടെ ചോറ് തിന്നാൻ പാടില്ല എന്ന് പറയും. അവരെ മരിച്ചോടത്തേക്ക് പോകാൻ പാടില്ല, അവരെ കല്യാണങ്ങൾക്ക് പോകാൻ പാടില്ല എന്ന് പറയും. ഇപ്പം എന്താ എല്ലാവരും ഉണ്ട്. ഞാനും പോയി പറയണ പോലെ ഞാനൊക്കെ കേട്ട് വളർന്നതാണ് ക്രിസ്ത്യൻസുകൾ മരിച്ചോടത്തേക്ക് പോകാൻ പാടില്ല, അവരെ ഫുഡ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ. ഇപ്പം പള്ളിയിൽ ഒരു പെരുന്നാൾ കഴിഞ്ഞാൽ എട്ടാമത്തെ ദിവസം അവിടെ ഒരു ഭക്ഷണം വിതരണം കാര്യങ്ങളൊക്കെ, അതിനൊക്കെ ഈ മുസ്ലിങ്ങളായ എല്ലാ ആൾക്കാരും ഇപ്പോൾ പോയി അത് കഴിക്കുന്നുണ്ട്, മരിച്ചാലും പോകുന്നുണ്ടൊക്കെ ഉണ്ട്. അതൊക്കെ ജാതി മതമൊക്കെ പോയി, ഇപ്പം അതൊന്നും ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ കാര്യമാണെന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ ഓക്കെ, എന്നാൽ ബൈ. ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്.